എല്ലാ സാധാരണക്കാരും അറിയേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണക്കാർ ചോദിക്കാറുണ്ട്, സലഫികൾക്ക് എന്താണ് കുഴപ്പം? അവർ താടി വെച്ച് നെരിയാന്റെ മുകളിൽ പാന്റ് ഇട്ട് നിസ്കരിക്കുന്നു, നോമ്പുടിക്കുന്നു, പിന്നെന്താണ് അവർക്ക് കുഴപ്പം? മറ്റു ചില ആളുകൾ മനസ്സിലാക്കിയത് സുന്നികളും സലഫികളും ഏതാനും ചില്ലറ വിഷയങ്ങളിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. കൈ നെഞ്ചത്ത് കിട്ടണോ, താഴെ കിട്ടണോ, അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ കൂട്ടുപ്രാർത്ഥന നടത്തണോ വേണ്ടേ, ഇങ്ങനെ ഏതാനും ചില്ലറ വിഷയങ്ങൾ മാത്രമാണ് സാധാരണക്കാരൊക്കെ ചിലർ ധരിച്ചത്. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അബദ്ധം കിടക്കുന്നത് അല്ലാഹുവിലുള്ള വിശ്വാസത്തിലാണ്. ഒരാള് യഥാർത്ഥ മുഅ്മിനാകണമെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണമല്ലോ. ഈമാൻ കാര്യത്തിൽപ്പെട്ട ഒന്നാണല്ലോ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക എന്നത്. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുമ്പോ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വിഗ്രഹം പോലെയുള്ള ഒരു സാധനത്തെ, അല്ലെങ്കിൽ കയ്യും കാലുള്ള ഒരു തടിയുള്ള ഒരു വസ്തുവിനെ സങ്കൽപ്പിക്കുകയും അത് അല്ലാഹുവാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു, വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നും പറയുന്നു. അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, അല്ലാഹു മാത്രമാണ് ഇലാഹു എന്ന ഷഹാദത്ത് കലിമ ഉച്ചരിക്കുന്നു. അയാൾ നിസ്കരിക്കുന്നു. പക്ഷെ അയാൾ വിശ്വസിക്കുന്നുണ്ടാ അല്ലാഹ് എന്ന് പറഞ്ഞ ആ സാധനമാണ് അല്ലാഹ്. അപ്പൊ ഒരു സാധനം, ഒരു തടിയുള്ള ഒരു വസ്തുവിനെ ഇലാഹാണെന്ന് സങ്കല്പിച്ചിട്ട് ആ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് വിശ്വസിച്ചാൽ അവൻ മുസ്ലിമാവോ? ഇല്ല. കാരണം അല്ലാഹുവിന് തടിയുണ്ട് എന്ന് ഒരുത്തൻ വിശ്വസിച്ചാൽ മഹാന്മാര് പറഞ്ഞവൻ കാഫിറാണ്. മാത്രമല്ല മിൻ ഉബ്ബാദിസ് സ്വനം, അവൻ വിഗ്രഹാരാധകനാണെന്ന് ഇമാം സുബുക്കി തന്റെ തബഖാത്തിൽ രേഖപ്പെടുത്തുന്നു. ഇമാം ഗസാലി ഇൽജാമുൽ അവാമിൽ പറയുന്നു, അല്ലാഹുവിന് തടിയുണ്ട്, അവയവമുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ യഥാർത്ഥത്തിൽ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനല്ല, അവൻ വിഗ്രഹാരാധകനാണ്. നിങ്ങൾ സാധാരണക്കാരായ വഹാബികളോട് ചോദിച്ചു നോക്ക്, അള്ളാഹ്ക്ക് കണ്ണുണ്ടോ? അള്ളാഹ്ക്ക് കണ്ണുണ്ട്. കാലുണ്ടോ? കാലുണ്ട്. മുജാഹിദ് ബാലുശ്ശേരി ചോദിക്കുന്നുണ്ട്, സുന്നികൾ അള്ളാഹ്ക്ക് കണ്ണുണ്ടോ? കണ്ണില്ല. തലയുണ്ടോ? മുഖമുണ്ടോ? കാലുണ്ടോ? വടലുണ്ടോ? അതുമില്ല. പിന്നെന്താ അള്ളാഹാണ് നിങ്ങളുടെ അള്ളാഹ്? അപ്പൊ വഹാബിന്റെ അള്ളാഹ്ക്ക് വലിയൊരു ഒടല്, വലിയൊരു ചന്തി, വലിയ കണ്ണ്, കാത്, ഇങ്ങനെ അവയവങ്ങളുള്ള ഒരു വിഗ്രഹത്തിനെയാണ് വഹാബികൾ സങ്കല്പിക്കുന്നത്. തൗഹീദ് ഇരിക്കട്ടെ, അവർ എന്ത് വലക്കണ്ട തൗഹീദ് വഹാബികൾ? അള്ളാഹുവിനെ പറ്റി തന്നെ ഇവർക്ക് അറിയില്ല, പിന്നെ തൗഹീദ്. കണ്ടോ, എന്റെ കയ്യിൽ കുറെ ഉണ്ട്. വഹാബികൾ അള്ളാഹിനെ പറ്റി അള്ളാഹ്ക്ക് കണ്ണുണ്ട്, അള്ളാഹ്ക്ക് കാലുണ്ട്, അള്ളാഹ്ക്ക് പിന്നെ ശരീരം ണ്ട്, എല്ലാം എഴുതി വെച്ചത്. പിന്നെ പറയും ആകാശത്തിലാണ് ഇരിക്കുന്നത്, അർശിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. പാതിരാ സമയത്ത് രാത്രി 12 മണിയാകുമ്പോ അള്ള ചിന്തിക്കാം, ഇപ്പൊ ഇരുട്ടായല്ലേ, ആരും കാണൂലല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് താഴോട്ട് ഇറങ്ങട്ടെ. അങ്ങനെ 12 മണിയാകുമ്പോ രാത്രി ഭൂമിക്ക് ഇറങ്ങി വരിക. ഇതാണ് വഹാബിന്റെ അല്ലാഹ്. ഈ അല്ലാഹ് നിങ്ങൾ ആലോചിച്ചു, മേപ്പോട്ട് കയറുന്നപ്പോ, ഭൂമിക്ക് ഇറങ്ങിയ അല്ലാഹ് മേപ്പോട്ട് കയറുന്നപ്പോ, കാരണം ഭൂമിയിൽ ലൊട്ടേഷനായി 24 മണിക്കൂർ രാത്രിയും പകലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാത്രി ഇറങ്ങിയാൽ കുറച്ച് കഴിയുമ്പോ വേറെ സ്ഥലത്ത് രാത്രിയാകുന്നു. ഈ ഇറങ്ങിയ അല്ലാഹ്, വഹാബിന്റെ അല്ലാഹ് ജാമായി കിടക്കാണ് ഭൂമിയിൽ ജാമായി കിടക്കുന്നു. മേപ്പോട്ട് കിടങ്ങാൻ കഴിയുന്നില്ല, കാരണം എന്താ? രാത്രി. ഇതാണ് വഹാബിന്റെ അല്ലാഹ്. ഇബ്നുൽ ഖയ്യിം എന്ന് പറയുന്ന ഇവരെ നേതാവ് പറയുന്നു, നാളെ ഖിയാമത്ത് നാളില് ഈ ഭൂമിയിലുള്ള സർവ്വസാധനങ്ങളും തരിപ്പണമായപ്പോ, എല്ലാ ജനങ്ങളും മരിച്ചു കിടക്കുമ്പോ ഭൂമിയിൽ ഒറ്റ മനുഷ്യനുമില്ല. ഭൂമി വലിയ ഗ്രൗണ്ട് പോലെ ഇങ്ങനെ നിരപ്പായി കിടക്കുക. അപ്പൊ അള്ളാഹ്ക്ക് ഒരു തോന്നല്, ഈ ഭൂമിയിൽ ഒരു ലെഫ്റ്റ് റൈറ്റ് ആക്കിയാൽ എന്താ? അങ്ങനെ അള്ളാഹ് ഭൂമിയിൽ ഇറങ്ങിയിട്ട് ഒരു ലെഫ്റ്റ് റൈറ്റ് നടക്കുക. ഇതാണ് ഇവരെ ഏറ്റവും വലിയ നേതാവ് ഇബ്നുൽ ഖയ്യിം എഴുതി വെച്ചത്.
ഇങ്ങനെയുള്ള വികലമായ ഒരു ഒരു വിഗ്രഹം ആകാശത്തിൽ വഹാബി പ്രതിഷ്ഠാപിച്ച ഒരു വിഗ്രഹത്തിനെയാണ് വഹാബി അള്ളാഹ് എന്ന് പേരിടുന്നത്. പണ്ട് മുശ്രിക്കുകൾ അള്ളാന്റെ റസൂലിനോട് വന്ന് ചോദിച്ചു, യാ മുഹമ്മദ് സിഫ് ലനാ റബ്ബക്, നിന്റെ റബ്ബിനെ പറ്റി പറഞ്ഞതാ, അമിൻ ദഹബിൻ അം ഫില്ല, സ്വർണത്തിന്റേതാണോ വെള്ളിന്റേതാണോ നിന്റെ റബ്ബ്? ഇതുപോലെ ഒരു വിഗ്രഹത്തിന് ആകാശത്തിൽ സങ്കല്പിക്കുന്നു വഹാബി. എന്നിട്ട് പറയാം, ഞങ്ങൾ വലിയ തൗഹീദിന്റെ ആളാണ്, വലക്കന്റെ തൗഹീദ്. നിങ്ങൾക്ക് അള്ളാഹു എന്ന് പറയുന്ന സാധനം മനസ്സിലായിട്ട് ഈ അവയവമുള്ള ശരീരമുള്ള അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ അവർ മുസ്ലിമേ അല്ല എന്നാണ് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വഹാബിക്ക് എന്താണ് തകരാറ് എന്ന് ചോദിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, വഹാബിക്ക് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന ഒരു അള്ളാഹ് വഹാബിക്ക് ഇല്ലേ ഇല്ല.